ഇതെന്താ ഇവിടെ? ഇന്ദു അന്ന് പറഞ്ഞില്ലേ സിന്ധുവിന് അച്ഛനൊരു ആലോചന നടത്തിയെന്ന്. ഞാനന്ന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ കൊള്ളാവുന്നതാണെന്ന് തോന്നി. ഓ, അതാണോ കാര്യം? അല്ല, സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ അച്ഛനോട് പറയാം. പിന്നെ സ്ത്രീധനക്കാരിയൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചോണേ, എനിക്ക് കമ്മീഷനൊന്നും വേണ്ട. ആ പിന്നെ ആ ചെലവ് നടത്തിയിട്ടില്ല. ഏത്? ഇലക്ഷന് തോറ്റതിന്റെ. സിന്ധുവിനെ അവരെന്ന് കാണാൻ വരുമെന്ന് ഞാൻ മറ്റന്നാ പറയാം. വരട്ടെ. ജാതക ഉത്തമം. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായ സ്ഥിതിക്ക് മറ്റു കാര്യങ്ങൾ എന്താന്ന് വെച്ച് പറയുക. എന്താ തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. സ്ത്രീധനമായിട്ട് ഒന്നും തരാനില്ല. ഈ വസ്തുവിന്റെ ഒരു ഓഹരി അവൾ കൂടി അവകാശപ്പെട്ടതാ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് തരാനേ നിവൃത്തിയുള്ളൂ. സ്ത്രീധനമൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. എന്നാലും ഞങ്ങളത് പറയണമല്ലോ. വാസുദേവന് ചെറുതാണെങ്കിലും ഉള്ളതൊരു സർക്കാർ ജോലിയാ. സ്ത്രീധനം വാങ്ങിച്ചുന്ന പേരുദോഷം വേണ്ട. വസ്തുവിന്റെ ഓഹരി പെൺകുട്ടിക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുന്നില്ല. എത്ര സെന്റാ കൊടുക്കുകയെന്ന് വെച്ചാ കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ പേരിൽ എഴുതി വെക്കുക. എന്താ? അങ്ങനെ ചെയ്യാം. എത്ര ഇടത്തുനിന്ന് പെണ്ണ് നോക്കിയതാ, അതൊന്നും ഉറക്കാതെ പോയത് വലിയിടത്തുനിന്ന് ഒരു ബന്ധം വിധിച്ചിരുന്നതുകൊണ്ടാ. വിധിച്ചതിലേ നടക്കൂ. ഇനിയിപ്പൊ അവന് താഴെയുള്ള പെണ്ണിന്റെ കാര്യവും നടക്കും. ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? സുമയ്ക്ക് ഈ മേടത്തിൽ 25 വയസ്സ് തികഞ്ഞു. ആ, ഇനി ഇരിക്കുന്നില്ല, നിശ്ചയത്തിന്റെ സമയം കുറിച്ച് അറിയിക്കുക. എന്താ? ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, എടാ എടാ, കല്യാണത്തിന് മുമ്പേ സുഗുണൻ ആധാരം എടുത്ത് തരുമോ? തരും. പൈസ ഓടി നടക്കുകയാണ് അവൻ. മിക്കവാറും ശരിയായി കാണും. പിന്നെ അവധി പറഞ്ഞാലോ? അല്ല, എടുത്തു തരും. സുഗുണ, സുഗുണ. സുഗുണൻ ഇവിടെ ഇല്ലല്ലോ പീതാംബര. എവിടെ പോയി? ബോംബെക്ക്. ബോംബെക്ക്? ആ, അവന്റെ കുഞ്ഞമ്മയുടെ ഒരു കത്തുണ്ടായിരുന്നു. നാട്ടിൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണ്ട, അവിടെ ചെന്നാൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്നായതുകൊണ്ട് നിന്നെ കണ്ട് യാത്ര ചോദിക്കാൻ പറ്റിയില്ല. ഒരു എഴുത്ത് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് തരാൻ. ഞാൻ പോവുകയാണ്. മുഖത്ത് നോക്കി യാത്ര പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ആരുടെ ജാതകദോഷം കൊണ്ടാണെന്ന് അറിയില്ല. ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. സഹായിക്കാമെന്ന് നേരിടുന്നവരൊക്കെ സമയമായപ്പോൾ പിന്മാറി. എന്റെ ഷെയർ വിറ്റ് ബാങ്കിലെ കടം വീട്ടാമെന്ന് കരുതി. അച്ഛനോട് ഓഹരി ചോദിച്ച് ഒരു റെസിഡന്റ് വന്നു. കാലശേഷം അനുഭവിച്ചാൽ മതി എന്ന വാശിയിലാണ് അച്ഛൻ. ഈ നിലയിൽ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പോവുകയാണ്. ബോംബെ പോലും മഹാനഗരത്തിലാവുമ്പോൾ ഏത് വേഷവും കെട്ടാമല്ലോ. അധോ ലോകത്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും നിന്റെ കടം വീട്ടും. സുഖം. ആളെ വിട്ട് വിളിപ്പിച്ചത് ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എക്സിക്യൂഷൻ പെറ്റീഷൻ കോടതി അനുവദിച്ച സ്ഥിതിക്ക് ജപ്തി നടപടികളിലേക്ക് നീങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരവധി കൂടി സാർ തരണം. 4 വർഷത്തെ അവധി കിട്ടിയിട്ടും ഒരു പൈസ പോലും അടയ്ക്കാത്ത നിങ്ങൾക്ക് ഇനി എന്തിനാണ് അവധി? ഇതങ്ങനെയല്ല സാർ. വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്ന സമയം. ഈ അവസരത്തിലൊരു ജപ്തി ഉണ്ടായാൽ പലരുടെയും മരണം കാണേണ്ടി വരും. കല്യാണം കഴിയുന്നവരെ ബാങ്കിന് കാത്തിരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് ആധാരം എടുത്താലേ കല്യാണം നടക്കൂ. പെങ്ങളുടെ ഷെയർ അവളുടെ പേർക്ക് എഴുതണം. ഒരു 15 ദിവസത്തെ അവധി കൂടി തരാം. അതിനുള്ളിൽ പകുതി തുകയെങ്കിലും അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ മറ്റു വഴിയൊന്നുമില്ല. എങ്ങോട്ടാ കാലത്തെ കെട്ടിയൊരുങ്ങി? എന്റെ ഫ്രണ്ട്സ് ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ജോലിക്കാരും മിക്കവാറും ശരിയാവാൻ സാധ്യതയുണ്ട്. ഞാൻ അവരെ കാണാൻ പോവാ ടൗണിലേക്ക്. എന്റെ മോന് നല്ല ബുദ്ധി വന്നു തോന്നുന്നു. ആ കുമാരൻ 2 തവണയായി നിന്നെ കാണണമെന്ന് പറഞ്ഞ ആള് പറഞ്ഞു. തീരെ വയ്യാന്ന് തോന്നുന്നു. നീ പോകുമ്പോ അതിലെ ഒന്ന് കയറി വെച്ചു പോ. കല്യാണ കാര്യങ്ങൾ ചോദിക്കാനാവും. തിരിച്ചു വരുമ്പോ അവിടെ പോവാ. സുഗുണൻ ഇവിടെ? ആരെ കാണാനാ? ഇവിടെ നിന്നിരുന്നല്ലോ കോൺട്രാക്ടർ സുഗുണൻ. സുഗുണൻ സാറ് കോൺട്രാക്ടർ അല്ല, സാറിന്റെ സ്വന്തം വീടായത്. സുഗുണൻ എന്നാ ബോംബെന്ന് വന്നത്? അതറിയില്ല. സാർ 2-3 മാസമായിട്ട് ഇവിടെ പണി നോക്കാൻ വേണ്ടി വരുന്നുണ്ട്.
പീതാംബരനോ? നീ ഇവിടെ? ഞാൻ ഇതുവഴി പോയപ്പോ കണ്ടതാ. നീ എന്നാ ബോംബെന്ന് വന്നത്? മിനിയാന്ന്. വർക്ക് പൂർത്തിയാകുന്നത് കെട്ടമായത്. ഇതിന്റെ ഉടമസ്ഥനെ ഞാൻ ബോംബെ ദാദർ വെച്ച് പരിചയപ്പെട്ടു. എനിക്ക് കോൺട്രാക്ട് പണി ഉണ്ടായിരുന്നു പറഞ്ഞപ്പോ ഈ വീടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ നിന്നെ കാണാൻ വരാനിരിക്കായിരുന്നു. ആ പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? സിന്ധുവിന്റെ വിവാഹം ഉറപ്പിച്ചു. ഓഹോ, എന്നാ? അടുത്ത മാസം 10-ാം തീയതി. ആ അതേതായാലും നന്നായി. പക്ഷെ ആധാരം എടുക്കാതെ കല്യാണം നടക്കില്ല. സിന്ധുവിന്റെ ഷെയർ അവളുടെ പേർക്ക് എഴുതണം. നമുക്ക് വഴി ഉണ്ടാക്കാം. എങ്ങനെ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്നേ. ഞാൻ അമ്മയോടൊന്ന് പറയണം. ഈ പണിയുടെ ബില്ല് മാറിയ ഉടനെ ആധാരം എടുത്ത് വീട്ടിൽ കൊണ്ടുവരാന്ന് പറ. ഈ പണിയുടെ ബില്ല് എവിടുന്നാ മാറേണ്ടത്? ബോംബെന്ന്. വഞ്ചക. നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. പീതാംബരൻ എവിടെയായിരുന്നു? വിവരം അറിഞ്ഞോ? എന്ത്? നമ്മുടെ കുമാരൻ ചേട്ടൻ മരിച്ചു. ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തി അന്ന് മുതൽ കാണുന്ന കുമാരനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമുക്കിനി ആരുമില്ലാതായി. അമ്മേ, നമുക്ക് ആകപ്പാടെ മോശം സമയമാണമ്മേ. സിന്ധുവിന്റെ കല്യാണം ഇങ്ങ് അടുത്തു. ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അമ്മ എതിരൊന്നും പറയരുത്. ഏതായാലും ഭാഗം വെക്കണം. ആ കൂട്ടത്തിൽ എന്റെ ഓഹരി ശങ്കരന്റെ അതിർത്തിയോട് ചേർത്ത് വീതിച്ചാല് വാസുവിന് കുറച്ച് സ്ഥലം വേണമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? അവൻ എന്നെയും കണ്ടിരുന്നു. എന്റെ ഓഹരി വിൽക്കാം. ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടും. നീ എന്തായി പറയുന്നേ? അല്ലാതെ നിവൃത്തിയില്ലമ്മേ. സുഗുണം നമ്മളെ പറ്റിക്കായിരുന്നു. നമ്മുടെ ആധാരം എടുത്തു തരാതെ ടൗണിലവൻ സ്ഥലം മേടിച്ച് സ്വന്തം വീട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെ സഹായിച്ചതിന് ഒടുവിൽ നിനക്ക് സമ്മാനം കിട്ടി അല്ലേ? സുഗുണൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. സാരമില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണമെന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ. എനിക്കൊന്നും വേണ്ട, കാര്യങ്ങൾ നടന്നാൽ മതി. അച്ഛൻ സമ്പാദിച്ച മണ്ണ് എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. സിന്ധുവിന്റെ കല്യാണ ചെലവിന് കാശ് വേണം. അമ്മാവന്റെ രൂപ കൊടുക്കണം. ബാങ്കിൽ നിന്ന് ആധാരം എടുക്കണം. എന്റെ ഷെയർ വിൽക്കല്ലാതെ മറ്റു നിവൃത്തിയില്ലമ്മേ. ആ ഒരുക്കമൊക്കെ എന്തായി? ആ വിളിച്ചു തുടങ്ങി. ഇരിക്കൂ. ഇരിക്കെ. പിന്നെ ഒരു പ്രശ്നമുണ്ട്.
കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനൊരു ഭേദഗതി അവതരിപ്പിക്കേണ്ടി വന്നതില് ഖേദമുണ്ട്. ഒരു മ്യൂച്വൽ മാരേജ് ആവാം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഈ കുടുംബത്തിലെ മരുമോളാക്കിയാലോ എന്ന് ആലോചിക്കുക. 2 കല്യാണവും ഒരു ദിവസം ഒരു പന്തൽ വെച്ച് നടത്താം. പെട്ടെന്ന് ഇങ്ങനൊക്കെ വന്ന് പറഞ്ഞ പെട്ടെന്നല്ലല്ലോ, ഒരാഴ്ച ഇല്ലേ. നേര് പറയാം, ഇത് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോളെ കല്യാണം നടക്കൂ. ഊരും പേരും അറിയാത്ത ഏതോ ഒരു പെണ്ണിനെ കെട്ടേണ്ട ഗതികേടൊന്നും എന്റെ മോനില്ല. ചൂടാവാതെ കാർത്തിയാനി അമ്മേ, പെണ്ണിന് ഊരും പേരും ഒക്കെ ഉണ്ട്. അവള് പറഞ്ഞത് പീതാംബരൻ എതിര് പറയില്ലെന്നാ. പെണ്ണ് എന്റെ മോളാ, ഇന്ദു. പക്ഷേ അവൾക്കൊരു ഡിമാൻഡുണ്ട്. തന്റെ ഈ പൊതുജന പ്രവർത്തനം ഉണ്ടല്ലോ, അത് നിർത്തണം. അത് നിർത്തിയ മട്ടാണ്. ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലല്ലോ? ഇല്ല. ഇത് അളിയന്റെ വക പ്രത്യേക പ്രസന്റ് ആണെന്ന് ജോക്കിയോട് പറയണം. നാളെ രാവിലെ പള്ളി വെച്ച് കാണാം. ഓക്കെ? ഓക്കെ. ബൈ. ബൈ. ഇത്രയും ദിവസമായിട്ട് ഒരു എഴുത്ത് പോലും എഴുതാൻ തോന്നിയില്ലല്ലോ നിനക്ക്. മമ്മയുടെ ഈച്ചാന്റെ ദേഷ്യം ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചു. അതിനാണോ ഇതെല്ലാം കൂടെ മേടിച്ചോണ്ട് വന്നത്? ഫ്രെഡിയുടെ നിർബന്ധ. ഫ്രെഡി എന്താ വരാഞ്ഞത്? ഇവിടം വരെ വന്നിരുന്നു. നാളെ പള്ളിയിൽ വരും. എന്റെ മോള് വല്ലതും കഴിച്ചോ? വാ, ഒന്ന് വല്ലതും കഴിക്കും. പ്രിയമുള്ള ജോക്കി, ഈ തീരത്തോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ജോക്കി ഓർമ്മിക്കുമല്ലോ. ആ താല്പര്യം എന്തായിരുന്നുവെന്നും നിനക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സിസിലിയെ ഞാൻ വിളിച്ചുകൊണ്ട് പോയെടുത്ത് തന്നെ ഇറക്കി വിടുകയാണ്. എന്റെ അങ്കിളിന് റേഷൻ കട പൂട്ടിച്ചതിന്റെ പ്രതികാരം അതിങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. റേഷൻ കട പൂട്ടിച്ചത് നിന്റെ അങ്കിൾ കള്ളനായതുകൊണ്ടാ. എന്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിക്കലല്ല അതിനുള്ള പ്രതിവിധി. ഇറങ്ങിപ്പോടാന്റെ വീട്ടിൽ നിന്ന്. നീ എഴുതിയ കത്തിലെ വിവരം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. അതറിഞ്ഞാൽ സിസിലിയും അമ്മയും പിന്നെ ജീവനോടെ ഇരിക്കില്ലതാ. അതിന് അവര് ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ പറയരുത്. ഇറങ്ങിപ്പോടാ.
നടന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 4 കാശിന് വരുമാനമില്ലാത്ത എനിക്ക് ഒരു ഭാര്യ, അതും ഒരു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരി. ഈ പറഞ്ഞതിന്റെ പേരാണ് കോംപ്ലക്സ്. ഭാര്യയേക്കാൾ ഇൻഫീരിയർ ആണെന്നുള്ള തോന്നൽ. അയ്യോ അതല്ല. അയ്യോ അതാണ്. പക്ഷേ ഈ തോന്നൽ നല്ലതാണ്. ഇതിനെയൊക്കെ മറികടക്കാൻ ചെയ്യേണ്ടതെന്താണെന്നറിയാമോ? അറിയാം. സ്വന്തമായൊരു ജോലി. ടൗണിലെ ജോലി ഉറപ്പാണെന്തു? ബിസിനസ് ആണെന്ന് പറഞ്ഞതുപോലെ ഒരു നുണയാണോ ഇതും? ഞാനിതാ വേണേൽ എന്റെ ഹൃദയം തുറന്ന് കാണിക്കാം. കാണിക്കേ. ഏറ്റവും ചുരുങ്ങിയതാ ഹൃദയത്തിൽ ഞാനുണ്ടോന്നെങ്കിലും അറിയാലോ. പീതാംബര ആരാ? എത്ര വേഗം ഉറക്കായോ? വാതിൽ ഉറക്കുക. എന്താ പീതാംബര? ഇങ്ങോട്ട് വന്നേ. സംഗതി ആകെ നാറ്റക്കേസായി. അവൻ സെസിലിയെ ഉപേക്ഷിച്ചു. ആര്? ആ ബോട്ടുകാരൻ ഫ്രെഡി അല്ലാണ്ടാരാ. അവളെ വിളിച്ചോണ്ട് പോയിടത്ത് തന്നെ ഇറക്കി വിട്ടച്ച് അവൻ ബോട്ടോടിച്ചു പോയി. അവറാച്ചന്റെ ആളായിരുന്നു അവൻ. കട പൂട്ടിച്ചൻ എന്നോട് പകരം വീട്ടിയതാ. ഞാനും ദേവനും കൂടി അവിടെ ചെന്ന് ശകലം പ്രശ്നം ഉണ്ടാക്കി. ദേവനെ പോലീസ് പിടിച്ചോണ്ടുപോയി. പീതാംബരൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവന്റെ തള്ള അവിടെ കിടന്ന് അലമുറ ഇടുക. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പീതാംബരനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ സിസിലിയോട് കാര്യങ്ങൾ ചോദിച്ചു. ഫ്രെഡിക്ക് അവളെ ഇഷ്ടാ. അവറാച്ചന്റെ നിർബന്ധം കൊണ്ടെങ്ങാനും അവൻ ഈ വൃത്തിയോട് കാണിച്ച അവനെ തരുള്ളൂ. SI ജംബോ ജമാലുമായിട്ട് പീതാംബരൻ അടുപ്പത്തിലാണല്ലോ. അവനെ കൊണ്ട് ഫ്രെഡിയെ ഒന്ന് വരട്ടിച്ചാൽ മതി. അപ്പൊ കാര്യം തീരും. പിന്നെ ദേവനെ ജാമ്യത്തിൽ ഇറക്കുമ്പോ അവനെങ്ങും വരുന്നില്ല. ഉണ്ടായതൊന്നും പോരെ, ഇനിയും കൊണ്ടുപോയി തല്ലു ഒളിപ്പിക്കണോ? ജോക്കിയുടെ വിഷമം മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇപ്പൊ ഞാൻ ഇറങ്ങി വന്നാൽ എന്ത് വിഷമിക്കും? ഓഹോ, ഒരു അടിയന്തര പ്രശ്നം വന്നപ്പോ ഇതാണോ നിന്റെ പ്രതികരണം? ഇനിയിപ്പോ നമ്മൾ എന്തിനാ അവിടെ നിൽക്കണേ? നമുക്ക് പോവാം. വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. പീതാംബര കൂട്ടുകാരന്റെ പെങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ പോകാതിരിക്കുന്നത് ശരിയല്ല. ഏതോ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രക്തം കൊടുക്കാൻ ആസ്പത്രിയിലെത്തിയ ആളുണ്ടല്ലോ, ആ ആളിനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഇക്കാലത്ത് അധികം ഒന്നും കാണാത്ത ആ നല്ല മനസ്സിന്റെ ഉടമയെ. ഒരു ഭാര്യ ഉണ്ടായെന്ന് വെച്ച് ആ സ്വഭാവം ഒന്ന് മാറ്റണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ അമ്മ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നത് പോലെ എന്നെ ഒരു കാത്തിരിപ്പുകാരിയായ ഭാര്യയായി മാറ്റരുത്. അത്രേ ഉള്ളൂ. ഒരു ജോലി എന്തായാലും വേണം. പക്ഷേ നിങ്ങളായി ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. ചെല്ലേ ചെല്ലേ.